അപ്പം ബിഗ് ബോസിന്റെ ഇന്നത്തെ പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് ലാലേട്ടൻ വരുമ്പോ ഗെയിമിന്റെ കാര്യങ്ങൾ ചോദിക്കുക. ലാലേട്ടൻ വരുമ്പോ ചോദിക്കുന്നുണ്ട്. അനീഷിനോട് ചോദിക്കുന്നുണ്ട്. കുളത്തിലൊക്കെ പോകാറുള്ള ആളാണോ എന്ന് അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ആ പോകാറുണ്ട്, നീന്താറുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് അതുകൊണ്ടാണോ ഗെയിം കുളവാക്കിയത്? അപ്പൊ ആര്യനോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് പറയുമ്പോ ആര്യൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോ ലാലേട്ടൻ ഭയങ്കരമായിട്ട് കൈയൊക്കെ ചൂണ്ടിയിട്ട് നീ ചെയ്തിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ സത്യം പറഞ്ഞാ ഗെയിം എല്ലാവരും കൂടെ ചേർന്ന് കൊളവാക്കിയതാണ്. അതിനകത്ത് അനുമോൾ ഇത്ര സ്ട്രിക്റ്റ് ആയി നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത് ശരിയാ. ഗെയിം കണ്ട നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരു ഡൗട്ടാണ്. അനുമോൾ എന്തിനാ ഇത്ര സ്ട്രിക്റ്റ് ആയി നിൽക്കുന്നത്? ഇത്രയും സ്ട്രിക്റ്റ് ആവേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് നോക്കുമ്പോ അനുമോള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിന്നുകൊണ്ടാണ് അനീഷിന് അവിടെ ദേഷ്യം വന്നത്. അനീഷ് അങ്ങനെയാണ് കുപ്പിയും പാട്ടയും അതൊക്കെ എടുത്ത് എറിയുകയും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആരാണ് ഗെയിം ഒക്കെ ഉളവാക്കിയത് എന്ന് ചോദിക്കുമ്പം ലക്ഷ്മിയും ബിന്നിയും കൂടെ ചേർന്ന് അനീഷിന്റെ പേരാണ് പറയുന്നത്. പിന്നെ ജിഷിൻ പറയുന്നുണ്ട്, ജിഷിൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്ന, ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ള ആർക്കും കിട്ടണ്ട. ആ ഒരു മൈൻഡിൽ നിന്ന് ഗെയിം കളിച്ചവരും ഉണ്ട്. അതായത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടണ്ട എന്ന രീതിയിൽ അവിടെ ഗെയിം കളിച്ച ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ എനിക്ക് ഇപ്പോഴത്തെ മത്സരാർത്ഥിയെ പറ്റി പറയാനുള്ളത് വെച്ചാൽ ഇത്രയും ഒരു ടാസ്ക് പോലും നേരെ ചൊവ്വെ അവര് ചെയ്യത്തില്ല. എന്ത് ടാസ്ക് കൊടുത്താലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർ അതിനകത്ത് ഉണ്ടാക്കി വെക്കാറുണ്ട്. ലാലേട്ടൻ തന്നെ ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ലാലേട്ടൻ അനുസരിച്ച് നടപടി എടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ടാസ്ക് എന്താണ് നിങ്ങൾ നേരെ ചൊവ്വെ ചെയ്യാത്ത, എന്താണ്, ആരാണ് ടാസ്ക് കുളവാക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ട് ബാക്കി കാര്യങ്ങൾ കാണാം.